ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെന്റ് പാട്രിക്സ് ഡേ ആണ്. മാർച്ച് 17 അയർലൻഡിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ. എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ദിവസമാണ്. ഓരോ വലിയ ടൗണുകളിലും ചെറിയ ടൗണുകളിലെല്ലാം പരേഡ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇന്നുള്ളത് വാട്ടർഫോർഡ് സിറ്റിയിലാണ്. അപ്പോൾ വാട്ടർഫോർഡ് മലയാളികളെ പ്രതിനിധീകരിച്ച് ഇവിടുത്തെ ക്രിക്കറ്റ് ക്ലബ്ബായ വാട്ടർഫോർഡ് വൈക്കിങ്സും അതുപോലെ തന്നെ വാട്ടർഫോർഡ് മലയാളി അസോസിയേഷനും ഒരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പരേഡിന്റെ ഭാഗമായിട്ട് ഞങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളെയും ക്ലബ്ബുകളെയും സ്കൂളുകളെയും അസോസിയേഷനെയൊക്കെ പ്രതിനിധീകരിച്ച് ഒരുപാട് ആൾക്കാരുണ്ടാവും. വളരെ നല്ലൊരു പരേഡാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സെന്റ് പാട്രിക്സ് ഡേയുടെ ഭാഗമായി നടക്കുന്ന പരേഡ് കാണുക. ഓരോരുത്തർക്കും ഓരോ സ്ഥലം അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്രിപ്പയർ ചെയ്യാൻ. അങ്ങനെ നമുക്ക് ഇവിടെ കിട്ടിയ സ്ഥലത്ത് വാട്ടർഫോർഡ് വൈക്കിങ്സ് ഇപ്പൊ പിള്ളേരുടെയൊക്കെ മുഖത്ത് ഫേസ് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അറിയാൻ കൊള്ളാത്ത കുറെ നിന്റെ ജേഴ്സി വിടറ. ഇതാണ് വാട്ടർഫോർഡ് മലയാളി അസോസിയേഷൻ. വാട്ടർഫോർഡ് വൈക്കിങ്സ് ക്രിക്കറ്റ് ക്ലബിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള അംഗങ്ങൾ ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഓരോ സോൺ തന്നിട്ടുണ്ട്. ആ സോണിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ പുലിക്കുട്ടികളും പുലിയും പോലീസൊക്കെ ഇവിടെ റെഡിയാണ്. ഈ വർഷത്തെ നമ്മുടെ സെന്റ് പാട്രിക്സ് തന്നെ നേരിട്ട് എത്തിയിട്ടുണ്ട്. നല്ല കിടുക്കൻ ലുക്കുമായിട്ട് നമ്മുടെ ജെയിംസ് ചേട്ടൻ ഇവിടെ റെഡി. പരേഡ് അവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞു. നമ്മളെ പയ്യെ റൂട്ടിലേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. ഇനി പയ്യെ നമ്മളും പരേഡിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഓരോരുത്തരെയും പുറകെ അങ്ങ് പോവാണ് കേട്ടോ. വാട്ടർഫോർഡ് കീയിലാണ് നമ്മളുള്ളത്. ഈ സിറ്റിയുടെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞിട്ടാണ് ഈ പരേഡ് അവസാനിക്കുന്നത്. പരേഡ് തുടങ്ങിക്കഴിഞ്ഞു. ഇത് പരേഡിൽ 6ാം സമ്മാനം കിട്ടിയ ടീമാണ് കേട്ടോ. ഇവിടെ വാട്ടർഫോർഡ് സ്കൗട്ട് പരേഡിൽ പങ്കെടുക്കുന്ന 6 ടീമുകൾക്ക് സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. ഒരു പ്രോത്സാഹന സമ്മാനം എന്ന രീതിയിൽ. ക്യാഷ് പ്രൈസ് ഒന്നുമല്ല, ഒരു മൊമെൻറ്റോ പോലെ ഒരു സമ്മാനം അവർക്ക് കൊടുക്കാറുണ്ട്. ഈ പ്രാവശ്യത്തെ 6ാമത്തെ പ്രൈസ് കിട്ടിയത് ഇവർക്കാണ് കേട്ടോ. ഇത് 3ാം സമ്മാനം കിട്ടിയ വാട്ടർഫോർഡ് ഓട്ടിസം ഫ്രണ്ട്ലി സിറ്റിയുടെ പരേഡാണ് കേട്ടോ.
ഇത് ഡേവിഡ് കളിക്കാൻ പോകുന്ന ഫുട്ബോൾ ക്ലബിന്റെ ഇതാണോ അവരുടെ പാർട്ടിസിപ്പേഷൻ. നമ്മുടെ വാട്ടർഫോർഡ് വൈക്കിങ്സിന്റെ കഴിഞ്ഞ വർഷത്തെ സെൻറ്റ് പാട്രിക്സ് ഡേ പരേഡിൽ ഒന്നാം സമ്മാനം കിട്ടിയത് വാട്ടർഫോർഡ് വൈക്കിങ്സ് നടത്തിയ ടീമുകൾക്കായിരുന്നു. ഈ വർഷവും വളരെ മനോഹരമായ രീതിയിൽ ആണ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഈ പ്രാവശ്യം സമ്മാനമൊന്നും കിട്ടിയില്ല, എങ്കിലും വളരെ മനോഹരമായ രീതിയിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഈ പരേഡിൻ്റെ ഭാഗമായിട്ട് ഓരോ സിറ്റിയിലും ഭാഗമായിട്ടുള്ള എല്ലാ ആൾക്കാരും ഈ പരേഡിൽ പങ്കെടുക്കാറുണ്ട്. ക്ലബ്ബുകളാകട്ടെ, അസോസിയേഷനാകട്ടെ, അതുപോലെ തന്നെ പല പല രാജ്യങ്ങളിൽ നിന്നുള്ളാകട്ടെ, എല്ലാവരും അവരുടെ പ്രാതിനിധ്യം ഈ പരേഡിലുണ്ടാവും. അതിന് നേരത്തെ മുൻകൂട്ടി പെർമിഷനൊക്കെ എടുത്ത് അവരുടെ പെർമിഷൻ കിട്ടിയതിനനുസരിച്ചിട്ട് ഇതിനകത്ത് നമുക്ക് ഉള്ള ഒരു സ്ലോട്ട് കിട്ടും. അതനുസരിച്ചിട്ട് ഇതിൻ്റെ ഒഫീഷ്യൽസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ പരേഡിനകത്ത് പങ്കെടുക്കുന്നത്. ഈ വർഷത്തെ പരേഡിൽ ഒന്നാം സമ്മാനം കിട്ടിയ ടീം ഇവരാണ്, വാട്ടർഫോർഡ് പാൻഡോ സൊസൈറ്റി. എന്തുകൊണ്ടും ഒന്നാം സമ്മാനത്തിന് അർഹരായവരാണ്. അവരുടെ വേഷവിധാനങ്ങൾ കൊണ്ടാകട്ടെ, പെർഫോമൻസ് കൊണ്ടാകട്ടെ, പരേഡിലുടനീളം വളരെ എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസാണ് ഇവർ കാഴ്ചവെച്ചത്. പരേഡിൻ്റെ ഭാഗമായിട്ട് ഉക്രൈനിയൻസിൻ്റെ സാന്നിധ്യം ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ കെടുതി മൂലം ഒത്തിരി പേര് ഇപ്പോൾ അയർലൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. നിറഞ്ഞ കയ്യടികളോടുകൂടിയാണ് ഇവരെ എല്ലാവരും സ്വീകരിച്ചത്. പരേഡിൽ 4ാം സ്ഥാനം കിട്ടിയ മൗണ്ട് സിയോൺ GA ക്ലബിൻ്റെ പരേഡാണിത്. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചിട്ടുള്ള പരേഡാണിത്. ഇന്ത്യക്കാരാണ് എന്ന് പറയെങ്കിലും ഇതിനകത്ത് ബഹുഭൂരിപക്ഷവും മലയാളികൾ തന്നെയാണ്. വളരെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസാണ്. ഒരു സമ്മാനം കിട്ടാനുള്ള ഒരു പെർഫോമൻസും അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസും ഇവിടെ ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു.
പരേഡ് ഏകദേശം തീർന്നു. പരേഡിൻ്റെ അവസാനം പോകുന്ന വണ്ടിയാണ്. അപ്പം അങ്ങനെ ഇത് എല്ലാവരും പഴയപടി റോഡിലേക്കൊക്കെ കയറി അങ്ങനെ പോവാണ് കേട്ടോ. നമ്മളും പതിയെ അങ്ങോട്ടേക്ക് ഇതിൻ്റെ പുറകെ പോവാണ്. ഇത് ഒരുപാട് ആൾക്കാരാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലും ഈ പരേഡ് കാണാനായിട്ട് എഴുന്നേറ്റുന്നത്. ഇത് വാട്ടർഫോർഡ് കൗണ്ടിയിലെ പോലെ തന്നെ എല്ലാ കൗണ്ടികളിലും കാണും. അതുപോലെ തന്നെ മറ്റേ ഈ ചെറിയ ചെറിയ ടൗണുകളിലെല്ലാം ഇതുപോലെ പരിപാടികൾ പരേഡുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ഈ പ്രാവശ്യം നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. വളരെ നല്ല ഒരു പ്രോഗ്രാമായിരുന്നു. ഇവിടെ പരേഡ് അവസാനിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ ഈ സ്റ്റേജിന് മുന്നിൽ ഇത് അവസാനിക്കും. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാം പോകും. വളരെ വലിയൊരു ജനത്തിരക്കാണ് ഇവിടെ. നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥ നല്ലതായതുകൊണ്ട് വളരെ വലിയ ജനപ്രാതിനിധ്യമാണ് ഈ വർഷം ഉള്ളത്. ഇപ്പോൾ സെൻറ്റ് പാട്രിക്സ് ഡേ പരേഡൊക്കെ കഴിഞ്ഞു. എല്ലാവരും തിരിച്ച് യാത്രയാകുകയാണ്. ഇനി ഇതൊരു ആഘോഷത്തിൻ്റെ ദിവസമാണ്. ഇനി എല്ലാവരും നേരെ പബ്ബിൽ പോകുന്നു. അയർലൻഡിൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിക്കപ്പെടുന്ന ദിവസമാണ് മാർച്ച് 17. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നല്ല നല്ല പരേഡും അതുപോലെ എല്ലാ രാജ്യങ്ങളുടെ പ്രാതിനിധ്യമൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു പരിപാടിയായിരുന്നു കേട്ടോ ഈ വർഷത്തേത്. അപ്പോൾ നിങ്ങൾക്കും ഇവിടുത്തെ ഓരോ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.